The fourth term of an arithmetic sequence is 8. Find the sum of the pairs of term given below. Third and fifth. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഫോർത്ത് ടേം 8 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ തേർഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സമ്മ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർത്ത് ടേമിൻ്റെ മുമ്പുള്ള ടേമാണ് എന്ത്? തേർഡ് ടേം അല്ലേ? അത് കഴിഞ്ഞാൽ ഫോർത്ത് കഴിഞ്ഞാലുള്ളതാണ് ഫിഫ്ത്ത് ടേം അല്ലേ? അപ്പോൾ ഈ രണ്ട് ടേമിൻ്റെ സമ്മാണ്, തേർഡിൻ്റെയും ഫിഫ്ത്തിൻ്റെയും സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ടേമിൻ്റെ മുമ്പത്തെ ടേമിൻ്റെയും അതിന് ശേഷമുള്ള ടേമിൻ്റെയും സം എന്ന് പറയുന്നത് 2 ഇൻറ്റു ആ മിഡിലുള്ള ടേമാണ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ഫോർത്ത് ടേമാണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഫോർത്ത് ടേം എത്രയാണ്? 8 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 8 ദാറ്റ് ഈസ് 16 ആണ് ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്? സെക്കൻഡ് ആൻഡ് സിക്സ്ത് അല്ലേ? അപ്പോൾ തേർഡിന് മുമ്പുള്ള ടേമാണ് എന്ത്? സെക്കൻഡ് ടേം അല്ലേ? അതേപോലെ ഫിഫ്ത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് സിക്സ്ത് ടേം അല്ലേ? അപ്പോൾ ഈ സെക്കൻഡ് സിക്സ് തമ്മിലുള്ള സമ്മാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ സെക്കൻഡ് ടേമിലേക്ക് ഫോർത്തിലേക്ക് ഒരേ ഡിസ്റ്റൻസ് അല്ലേ? ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ് സിക്സ്ത്തിലേക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സം ഓഫ് സെക്കൻഡ് ആൻഡ് സിക്സ്ത് ടേം എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു ഫോർത്ത് ടേം തന്നെയാണ് അല്ലേ? മിഡിലുള്ള ഫോർത്ത് ടേം തന്നെയാണ്. ഈസ് 2 ഇൻറ്റു ഫോർത്ത് ടേം എത്രയാണ്? 8 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഓൾസോ 16. ഓക്കെ, ഇനി സി നോക്കാം. ഫസ്റ്റ് ആൻഡ് സെവൻത്ത്. അപ്പോൾ സെക്കൻഡിന് മുന്നുള്ളതാണ് ഫസ്റ്റ് ടേം, സിക്സ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് സെവൻത്ത് ടേം അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റിൻ്റെയും സെവൻത്തിൻ്റെയും സമ്മാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? 1 2 3 അല്ലേ? അതേപോലെ 4ൽ നിന്നും സെവൻത്തിലേക്കുള്ളത് 1 2 3 ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ? 3 ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവയുടെ സമ്മ്? ഫസ്റ്റ് ടേമിൻ്റെയും സെവൻത്ത് ടേമിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു ഫോർത്ത് ടേം, മിഡിലുള്ള ഫോർത്ത് ടേം. ഫോർത്ത് ടേം 8 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 8 ദാറ്റ് ഈസ് 16. ഓക്കെ, വാട്ട് ഈസ് ദ സം ഓഫ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേംസ്? അതായത് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ടേംസിൻ്റെ സമ്മാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ 3 ടേംസ് ആണ്, ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ? കൂടാതെ ഈ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ അടുത്തടുത്തുള്ള ടേംസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്തടുത്തുള്ള ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? എത്ര ടേംസ് ഉണ്ടോ അതേ ഇൻറ്റു നടുക്കുള്ള ടേം ആണല്ലേ? അപ്പോൾ ഇവിടുത്തെ സം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എത്ര ടേംസ് ഉണ്ട്? തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് അങ്ങനെ 3 ടേംസ് ഉണ്ട് അല്ലേ? അപ്പോൾ 3 ഇൻറ്റു മിഡിൽ ടേം ഫോർത്ത് അല്ലേ? 3ൻ്റെയും 5ൻ്റെയും മിഡിലുള്ള ഫോർത്താണ്. അപ്പോൾ 3 ഇൻറ്റു ഫോർത്ത് ടേം ദാറ്റ് ഈസ് 3 ഇൻറ്റു ഫോർത്ത് ടേം എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ 8 അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് 24 ആണ്. ഓക്കെ, ഇനി ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് സം ഓഫ് 5 ടേംസ് സെക്കൻഡ് ടു സിക്സ്ത്? സെക്കൻഡ് മുതൽ സിക്സ്ത് വരെയുള്ള 5 ടേംസ് അല്ലേ? അതിൽ മിഡിൽ വരുന്നത് എന്താണ്? 2 3 4 5 6 അല്ലേ? ഇത് 2 മുതൽ 6 വരെ 5 ടേംസ് ഉണ്ട്, അത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ? ഇതിൽ മിഡിൽ വരുന്ന ഫോർത്ത് ടേം ആണ് അല്ലേ? അപ്പോൾ ഈ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 5 ഇൻറ്റു ഫോർത്ത്, കാരണം 4 ആണ് ഫോർത്ത് ടേം ആണ് മിഡിലുള്ളത്. ദാറ്റ് ഈസ് 5 ഇൻറ്റു ഫോർത്ത് ടേം എത്ര? 8 ആണ് തന്നിട്ടില്ലേ? സോ 8 ഇൻറ്റു 5 40 ആണ് ആൻസർ. ഓക്കെ, ഇനി വാട്ട് ഈസ് സം ഓഫ് 7 ടേംസ് ഫ്രം 1 to 7? 1 മുതൽ 7 വരെയുള്ള ടേം 1 2 3 4 5 6 7 അല്ലേ? ഇതിൽ മിഡിലുള്ളത് ഫോർത്ത് തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ 7 ടേംസ് എന്ന് പറഞ്ഞാൽ ഓഡാണ്, 7 ഓഡല്ലേ? അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 7 ടേംസ് അല്ലേ? അപ്പോൾ 7 ഇൻറ്റു എത്ര? മിഡിലുള്ളത് ഫോർത്ത് ആയതുകൊണ്ട് ഫോർത്ത് ടേം ദാറ്റ് ഈസ് 7 ഇൻറ്റു ഫോർത്ത് ടേം 8 അല്ലേ? ദാറ്റ് ഈസ് 56 ആണ് ആൻസർ. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 8 ആണ്. ചുവടെ പറയുന്ന 2 പദങ്ങളുടെ തുക കണക്കാക്കുക. 3ാം പദം 5ാം പദം ഇവയുടെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 3ാം പദം പ്ലസ് 5ാം പദം എത്രയാണ്? 3ൻ്റെയും 4ൻ്റെയും ഇടയിൽ വരുന്ന നടുക്ക് വരുന്നതാണ് 4ാം പദം അല്ലേ? 4ാം പദം
8 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 2 × 4ാം പദം. 4ാം പദം 8 അല്ലേ, അപ്പോൾ 2 × 8 അത് എത്രയാണ്? 16. ഇനി ബി, 2ാം പദം പ്ലസ് 6ാം പദം എത്രയാണ്? 2ൻ്റെയും 6ൻ്റെയും നടുക്ക് വരുന്ന പദമാണ് 4ാം പദം അല്ലേ, കാരണം 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ ഇവയുടെ നടുക്ക് വരുന്നത് 4 അല്ലേ. അപ്പോൾ അത് അവയുടെ തുക 2ാം പദത്തിൻ്റെയും 6ാം പദത്തിൻ്റെയും തുക എന്ന് പറയുന്നത് എന്താണ്? 2 × 4ാം പദം അല്ലേ, അത് എത്രയാണ്? 2 × 4ാം പദം 8 തന്നിട്ടില്ല, അപ്പോൾ 2 × 8 അത് എത്രയാണ്? 16. ഇനി 1ാം പദത്തിൻ്റെയും 7ാം പദത്തിൻ്റെയും തുക എന്ന് പറയുന്ന 1, 7 വരുന്ന ഇവിടെയാണ് അല്ലേ. അപ്പം ഇതിൻ്റെയും നടുക്ക് എന്ന് പറയുന്നത് 4 തന്നെയാണ് അല്ലേ. 1ൻ്റെയും 7ൻ്റെയും നടുക്ക് 4ാം പദം തന്നെയാണ്. അപ്പോൾ 1ാം പദത്തിൻ്റെയും 7ാം പദത്തിൻ്റെയും തുക എന്ന് പറയുന്നത് എന്താണ്? 2 × 4ാം പദം, അതായത് 2 × 8 അത് 16. ഓക്കെ. ഇനി 3ാം പദത്തിൻ്റെയും 4ാം പദത്തിൻ്റെയും 5ാം പദത്തിൻ്റെയും തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3, 4, 5 അടുത്തടുത്തുള്ള പദങ്ങളാണ് അല്ലേ. 3, 4, 5 കൂടാതെ എത്ര പദങ്ങളുണ്ട്? 3, 4, 5 കൂടി 3 പദങ്ങളാണ് അല്ലേ. അപ്പോൾ ഇത് ഒറ്റ സംഖ്യയാണ്, 3 ഒരു ഒറ്റ സംഖ്യയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവയുടെ തുക എന്ന് പറയുന്നത് എന്താ? 3 × നടുക്കുള്ള പദം 4 അല്ലേ, 3ൻ്റെയും 5ൻ്റെയും നടുക്കാണ് 4 വരിക. അപ്പോൾ 3 × 8 അല്ലേ, അത് എത്രയാണ്? 24. ഇനി 2ാം പദം മുതൽ 6ാം പദം വരെയുള്ള പദങ്ങളുടെ തുക. ഇപ്പോൾ 2ൻ്റെയും 6ൻ്റെയും നടുക്ക് വരുന്നത് 4 തന്നെയാണ്. കൂടാതെ ഈ 2 മുതൽ 6 വരെ എത്ര പദങ്ങളുണ്ട്? 1, 2, 3, 4, 5 5 പദങ്ങളാണ് അല്ലേ. അപ്പോൾ 5 ഒരു ഒറ്റ സംഖ്യയാണല്ലോ. അതുകൊണ്ട് അവയുടെ തുക എന്ന് പറഞ്ഞാൽ 5 × 4ാം പദം. 4ാം പദം വരാൻ കാരണം 4ആണ് നടുക്കുള്ളത് അല്ലേ, 4ാം പദമാണ് നടുക്കുള്ള പദം അല്ലേ. അതുകൊണ്ട് 5 × 8 അത് 40 വരും. ഇനി 1ാം പദം മുതൽ 7ാം പദം വരെയുള്ള 7 പദങ്ങളുടെ തുക ഏതാണ്? 1 മുതൽ 7 വരെ 7 പദങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ അത് ഒരു ഒറ്റ സംഖ്യയാണ്. കൂടാതെ നടുക്കുള്ളത് 4ാം പദമാണ് അല്ലേ. അപ്പോൾ 7 × 4ാം പദം അത് എത്രയാണ്? 7 × 8 അത് 56. The common difference of an arithmetic sequence is 2 and the sum of the 9th, 10th and 11th terms is 90. Calculate the first 3 terms of the sequence. അതായത് ഒരു സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. D 2 ആണ്. സം ഓഫ് 9th, 10th and 11th ടേം അല്ലേ, അത് 90 ആണ്. അതിനർത്ഥം എന്താ? 9ഉം 10ഉം 11ഉം എന്താ? അടുത്തടുത്തുള്ള 3 നമ്പേഴ്സ് ആണ് അല്ലേ, 3 ടേംസ് ആണ് അല്ലേ. 9 കഴിഞ്ഞ 10, 10 കഴിഞ്ഞ 11 അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഈ അടുത്തടുത്തുള്ള 3 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 3 × മിഡിൽ നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? 3 × 10th ടേം. മിഡിലുള്ള ടേം 10 അല്ലേ, 9ൻ്റെയും 11ൻ്റെയും മിഡിലാണ് 10 അല്ലേ. അപ്പോൾ 3 × 10th ടേം എന്ന് പറയുന്നത് എന്താണ്? 90 ആണെന്ന് അർത്ഥം. കാരണം എന്താ? 3 × 10th ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് 9th, 10th, 11th ടേം എന്ന് പറയുന്നത് എന്താണ്? 3 × 10th ടേം ആണ് അല്ലേ. അപ്പോൾ 3 × 10th ടേം = 90 എന്ന് എഴുതാം ഈ സമ്മിന് പകരം. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്നും 10th ടേം കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 3യെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 3യെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും അല്ലേ. സോ 10th ടേം = 90/3. സോ 10th ടേം = 90/3 എന്ന് വെച്ചാൽ 30 ആണ് അല്ലേ. ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്കറിയില്ല, ഫസ്റ്റ് ടേം എന്താണെന്ന് അറിയില്ല. പക്ഷേ 10th ടേം നമുക്ക് കിട്ടി. 10th ടേം എത്രയാണ്? 30 ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 10th ടേം കിട്ടുക? ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 10ൽ നിന്നും 1 മൈനസ് ചെയ്യാം. 10 - 1 9 അല്ലേ. അപ്പോൾ 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 10th ടേം കിട്ടുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 9D = 10th ടേം. 10th ടേം എത്ര? 30 അല്ലേ. അപ്പോൾ 30. ഓക്കെ. ഡി എത്രയാണെന്ന് തന്നിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ 2 ആണെന്ന് തന്നിട്ടുണ്ട് കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഡിക്ക് പകരം 2 എന്ന് കൊടുക്കുക. സോ ഫസ്റ്റ് ടേം പ്ലസ് 9D എന്ന് വെച്ചാൽ എന്താണ്? 9 × D 2 ആണ് തന്നിട്ടില്ല. അപ്പോൾ 9 × 2 18 ആണ് അല്ലേ. അപ്പോൾ 9Dക്ക് പകരം 18 കൊടുക്കുക. പ്ലസ് 18 = 30. ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഈ 18 ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ പ്ലസ് 18 ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -18 ആകും. സോ ഫസ്റ്റ് ടേം = 30 - 18. ദാറ്റ് ഈസ്
30 മൈനസ് 18 എത്രയാണ്? 12 ആണല്ലേ. സോ ഫസ്റ്റ് ടേം നമുക്ക് 12 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചാൽ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ സീക്വൻസിൽ ഫസ്റ്റ് 3 ടേംസ് എഴുതുക. ഫസ്റ്റ് ടേം 12 ആണ്. അടുത്ത ടേം എന്തായിരിക്കും? അടുത്ത ടേം കാണണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് എന്താണ്? 2 ആണെന്ന് തന്നിട്ടില്ലേ. സോ +2. അപ്പോൾ 12ൽ 2 കൂട്ടിയാൽ എന്താണ്? 14 ആണല്ലേ. നെക്സ്റ്റ് ടേം 14. അത് കഴിഞ്ഞിട്ടുള്ള ടേം കാണണമെങ്കിൽ എന്താ ചെയ്യണം? അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. കോമൺ ഡിഫറൻസ് 2 അല്ലേ. അപ്പോൾ 2 ആഡ് ചെയ്യുക. 14 + 2 എത്രയാണ്? 16. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് ആയില്ലേ. ഏതൊക്കെയാണ്? 12, 14, 16. ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം രണ്ടും 9, 9-ാം പദം, 10-ാം പദം, 11-ാം പദം ഇവയുടെ തുക 90 ആണ്. ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ കണക്കാക്കുക. പൊതുവ്യത്യാസം എന്താണ്? 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് D എന്ന് കൊടുക്കാം. ഓക്കെ. 9-ാം പദത്തിൻ്റെയും 10-ാം പദത്തിൻ്റെയും 11-ാം പദത്തിൻ്റെയും തുക 90 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 9-ാം പദം പ്ലസ് 10-ാം പദം പ്ലസ് 11-ാം പദം എന്താണ്? 90. പക്ഷേ 9, 10, 11 എന്ന് പറയുന്ന അടുത്തടുത്തുള്ള 3 പദങ്ങളാണ് അല്ലേ. 9, 10, 11. കൂടാതെ 9, 10, 11 എത്ര പദങ്ങളാണ്? 3 പദങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ 3 പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഇവയുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 3 × നടുക്കുള്ള പദം 10 അല്ലേ. അപ്പോൾ 3 × 10-ാം പദമാണ് ഈ തുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 3 × 10-ാം പദം = എന്താണ് തുക? 90 അല്ലേ. അപ്പോൾ ഈ 3 × 10-ാം പദം = 90. ഇതിൽ നിന്നും നമുക്ക് 10-ാം പദം കണ്ടുപിടിച്ചുകൂടെ? അതിന് വേണ്ടി എന്ത് ചെയ്യാം? ഈ 3-നെ ഇവിടെ ഗുണിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ × 3-നെ = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും. അപ്പോൾ എന്ത് വരും? 10-ാം പദം = 90/3 അല്ലേ. 90/3 30 അല്ലേ. അപ്പോൾ 10-ാം പദം = എന്താണ്? 30. 10-ാം പദം 30 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി 1-ാം പദം നമുക്കറിയണം. 1-ാം പദം എത്രയാണെന്ന് അറിയില്ല. പിന്നെ അറിയുന്നത് എന്താണ്? 10-ാം പദം. അത് എത്രയാണ്? 30 ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ 1-ാം പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 10-ാം പദം കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 10-ൽ നിന്ന് ഈ 1 കുറക്കണം. ഓക്കെ. അപ്പോൾ 10-ൽ നിന്ന് 1 കുറച്ചാൽ 9 അല്ലേ. അപ്പോൾ 9 പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 10-ാം പദം കിട്ടുക. ഓക്കെ. അതായത് 1-ാം പദം പ്ലസ് 9D = 10-ാം പദം. 10-ാം പദം എത്രയാണ്? 30 അല്ലേ. = 30 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ 9D എന്ന് പറഞ്ഞാൽ എന്താണ്? 9 × D 2 ആണെന്ന് തന്നിട്ടുണ്ട് പൊതുവ്യത്യാസം അല്ലേ. അപ്പോൾ 9 × 2 അത് 18 ആണ് അല്ലേ. അപ്പോൾ 9Dക്ക് പകരം 18 കൊടുക്കുക. 1-ാം പദം പ്ലസ് 18 = 30. ഇതിൽ നിന്ന് 1-ാം പദം കണ്ടുകൂടെ? എങ്ങനെ കാണാം? ഇവിടെ 18നെ ഇവിടെ ആഡ് ചെയ്ത് ഈ കൂട്ടിയിരിക്കുകയല്ലേ. +18 ആണല്ലേ. അപ്പോൾ ഈ +18നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -18 ആകും അല്ലേ. സോ 1-ാം പദം = 30 - 18 അത് എത്രയാണ്? 12 ആണ് അല്ലേ. അപ്പോൾ ഇനി ശ്രേണി എഴുതിക്കൂടെ? ആദ്യത്തെ പദം 1-ാം പദം എന്താണ്? 12 അത് എഴുതി. ഇനി അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടണം അല്ലേ. പൊതുവ്യത്യാസം 2 അല്ലേ. അപ്പോൾ 12ൻ്റെ കൂടെ 2 കൂട്ടുക. അപ്പോൾ അടുത്ത പദം എത്ര കിട്ടി? 12ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 14 അല്ലേ. ഇനി അതിൻ്റെ അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. പൊതുവ്യത്യാസം 2 അല്ലേ. അപ്പോൾ 14ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 16 അല്ലേ. അപ്പോൾ ആദ്യത്തെ 3 പദങ്ങളായില്ലേ. 12, 14, 16.